എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി പാലപ്പവും ചിക്കൻ കറിയുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞാനിത് അപ്പത്തിനുള്ള പൊടിയാണ് കലക്കുന്നത്. ഇത് ഞാൻ വെളുപ്പിന് 5 മണിക്ക് കലക്കിയതാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രാഹ്മിൺസിൻ്റെ അപ്പം ഇടിയപ്പം പൊടിയാണ്. ഇതുകൊണ്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. പാത്രത്തിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളതുപോലെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 സ്പൂണാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഈ പൊടി നനയ്ക്കുന്നതിനായിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ അരമുറി തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇതിനൊരു 1.25 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളം ഈ നേരത്തെ തേങ്ങാപ്പാൽ കലക്കി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ആ പാത്രം ഒന്ന് കഴുകി ആ വെള്ളമാണിപ്പോൾ ചേർക്കുന്നത്. ഇത് അല്പാൽപമായി വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് അപ്പം ചൂടുന്ന സമയത്ത് ചേർത്താൽ മതി. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ 4 സബോള എടുത്തിട്ടുണ്ട്, 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10-11 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. ഈ കൊച്ചുള്ളി നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി.
നന്നായിട്ട് അരയ്ക്കണ്ട, പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട. ഇതിപ്പോൾ ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ പരുവത്തിലായാൽ മതി, നന്നായി അരയ്ക്കൊന്നും വേണ്ട. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ചിക്കൻ കറി, ബീഫ് കറി ഇതൊക്കെ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരണം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കുന്നത്. അതുകൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 4 സവോളയാണ് ഞാനിതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരുന്നതിന് ഇതിലേക്ക് ആവശ്യമായ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് സവോള പെട്ടെന്ന് വഴന്ന് വരും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോളയൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല ചേർക്കാം. അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയധികം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ 100 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ കുക്കറിൽ വെച്ച ഒരു ചിക്കൻ കറി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ കയറി ഒന്ന് കാണുക. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, കുക്കറിനകത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നിൽക്കുന്നത്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ അവിടെ നിന്ന് വേകട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കിയെടുക്കാം. നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ അതിനായി ഒരു പാത്രത്തിൽ ഒരല്പം ഉപ്പ് പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഉപ്പ് പൊടി ചേർത്താൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് കൂടുതൽ കാണും. അതുകൊണ്ട് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കുവാൻ. ഞാൻ ഉപ്പ് കലക്കിയത് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബബിൾസൊക്കെ പൊട്ടിപ്പോകാതെ ഒരുപാടങ്ങ് ഇളക്കാതെ, എന്നാൽ ഉപ്പ് എല്ലായിടത്തും ആകുകയും ചെയ്യണം. അതേ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാം. ഒരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ആദ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എനിക്കിപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ടത്, ഇതിൻ്റെ അരികൊക്കെ കണ്ട നെറ്റ് പോലെ. ഇത് സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വെന്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അരികൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും ചുട്ട് നോക്കാം. ഒന്ന് കറക്കി കൊടുക്കാം.
എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ സമയം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഭാഗത്തേക്ക് പോകാം. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ മല്ലിയില ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്കൊരു ചട്ടി ചൂടാക്കി ഇതിന് വേണ്ട താളിപ്പൊന്ന് ചെയ്തു കൊടുക്കാം. ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം കടുക് താളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പം മല്ലിയില കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും എൻ്റെ വീഡിയോസിനെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി.